ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ആരംഭിച്ചിട്ട് ദിവസങ്ങളെയായുള്ളൂ. 1000-ലധികം മയക്കുമരുന്ന് കച്ചവടക്കാർ, രാസലഹരി ഉപയോക്താക്കൾ, കച്ചവടക്കാർ, കൈമാറ്റക്കാർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. എല്ലായിടത്തും പരിശോധനയാണ്. ചെറിയ പെട്ടിക്കടകൾ മുതൽ വലിയ സ്ഥാപനങ്ങളിൽ വരെ പരിശോധനയാണ്. സംശയം തോന്നുന്നത്, കൃത്യമായി വിവരം കിട്ടുന്നതൊക്കെ തന്നെ എക്സൈസും പോലീസും ചേർന്ന്, പ്രത്യേക അന്വേഷണ വിഭാഗവും ചേർന്ന് പരിശോധിക്കുകയാണ്. വലിയൊരു വിജയം, തുടക്കം തന്നെ വലിയ വിജയമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എടുത്ത അതിശക്തമായ ഒരു തീരുമാനം, അതുപോലെ ജനങ്ങൾക്ക് സ്വീകാര്യമായ, ജനങ്ങൾക്ക് ഗുണകരമായ തീരുമാനങ്ങൾ എല്ലാം ഫലപ്രദമായി നടത്താൻ ജനങ്ങൾ ഒപ്പമുണ്ടാകും. അതിന് വേണ്ട നടപടികളുമായിട്ട് തന്നെ UDF സർക്കാരും വിവിധ വകുപ്പുകളും മുമ്പോട്ട് പോകും എന്ന് തന്നെ നമ്മളും പ്രതീക്ഷിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് വലിയ വിജയത്തിലേക്ക് കടക്കുന്നു. 4 പാടിൽ നിന്നും സെലിബ്രിറ്റികളും അതുപോലെയുള്ള വലിയ വലിയ ആളുകളും ഒക്കെ തന്നെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, രമേശ് ചെന്നിത്തലയ്ക്കും UDF സർക്കാരിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എത്തുകയാണ്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഉണ്ണി മുകുന്ദൻ എന്ന അഭിനേതാവ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ച യുവാക്കൾക്കും പ്രശംസ. സമൂഹത്തിൽ മാറ്റം വരുത്താൻ ഓരോരുത്തരും ശബ്ദമുയർത്തണം എന്നാണ് ഉണ്ണി ആവശ്യപ്പെടുന്നത്. പെരുമ്പാവൂരിൽ പകൽ വെളിച്ചത്തിൽ പരസ്യമായി ലഹരി ഉപയോഗിക്കുന്ന സംഘത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട യുവാക്കൾക്കും അതിന്മേൽ ഉടനടി കടുത്ത നടപടിയെടുത്ത കേരള പോലീസിനും നന്ദി പറഞ്ഞുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. പെരുമ്പാവൂരിലെ ലഹരി മാഫിയക്കെതിരെ സർക്കാർ നടത്തുന്ന ശക്തമായ നടപടികളെ അഭിനന്ദിച്ച ഉണ്ണി, ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ പോലീസ് നടത്തുന്ന വ്യാപക പരിശോധനകളും അറസ്റ്റുകളും സമൂഹത്തിന് വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത് എന്ന കാര്യവും വ്യക്തമാക്കുന്നു. പെരുമ്പാവൂർ സ്റ്റോറീസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന ലഹരി ഉപയോഗത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ കേരള പോലീസിനെ ടാഗ് ചെയ്തുകൊണ്ട് ഉണ്ണി മുകുന്ദൻ നേരത്തെ പങ്കുവച്ചിരുന്നു. നടന്റെ പോസ്റ്റ് വൈറലായതോടെ പോലീസിന്റെ IT സെൽ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ അതിവേഗം രംഗത്തിറങ്ങുകയും കടുത്ത നിയമ നടപടികളിലേക്ക് കടക്കുകയുമായിരുന്നു. സമൂഹ മാധ്യമത്തിലാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ പെരുമ്പാവൂരിൽ വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്നിന്റെ വിപത്തിനും സംഘടിത മയക്കുമരുന്ന് ശൃംഖലകൾക്കും എതിരെ നിലവിൽ സ്വീകരിച്ചു വരുന്ന നിർണായക നടപടികൾക്ക് കേരള സർക്കാരിനോടും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശനോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയോടും എൻ്റെ ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിൽ കേരള പോലീസ് നടത്തിവരുന്ന ശക്തമായ പരിശോധനകൾ വലിയ രീതിയിലുള്ള അറസ്റ്റുകളിലേക്ക് നയിക്കുകയും ലഹരി മാഫിയ സംഘങ്ങളെ തുടക്കത്തിലെ മുളയിലെ നുള്ളിക്കളയാൻ ഇതുവരെ നാടൊട്ടുക്ക് പ്രവർത്തിച്ചിരുന്ന ഈ ലഹരി സംഘങ്ങളെ, നാട്ടിന്റെ മുക്കിനും മൂലയിലും വരെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മേഖലകളിൽ അടക്കം പ്രവർത്തിച്ചിരുന്ന ഈ ലഹരി സംഘങ്ങളെ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളെ ഒക്കെ തന്നെ ഓടിച്ചിട്ട് പിടിച്ച്, കഞ്ചാവ് ഓടിച്ചിട്ട് പിടിക്കുകയാണ്. ഒരു ദിവസം തന്നെ 8ഉം 9ഉം കേസാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതുവരെ ഏതാണ്ട് 1000-ലധികം പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഏതാണ്ട് 122-ലധികം കേസുകൾ എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുന്നത്. അപ്പം ഉണ്ണി മുകുന്ദനൊപ്പം നമ്മളും മാധ്യമപ്രവർത്തകരും ഒക്കെ ഈ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിനെ അഭിനന്ദിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അഭിനന്ദിക്കുന്നു. ശക്തമായ നടപടികളുമായി ഇത് തുടരണം. തീർച്ചയായിട്ടും ഇത് നിർത്തരുത്, തുടരുക തന്നെ വേണം. ഒരു ലഹരിയുടെ തരി പോലും നമ്മുടെ നാട്ടിൽ ആരും ഉപയോഗിക്കുന്നില്ല, കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഇത് ലഹരി മുക്ത കേരളമായി, സമ്പൂർണ്ണ ലഹരി മുക്ത കേരളമായി ഇത് മാറുന്നതുവരെ ഈ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് തുടരണം എന്ന കാര്യം കൂടി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു.